6 ദിവസങ്ങൾ പിന്നിടുമ്പോഴും അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ ആളിപ്പടരുകയാണ് കാട്ടുതീ. 24 പേർ കൊല്ലപ്പെട്ട അഗ്നിബാധയിൽ 40,000 ഏക്കറിലധികം പ്രദേശങ്ങൾ കത്തിച്ചാമ്പലായി. തീ പടരാൻ കാരണമായ സാന്റാന കാറ്റിന്റെ ശക്തി കൂടുന്നത് ആശങ്കയ്ക്ക് വഴിയൊരുക്കുന്നു. ഹോളിവുഡ് സെലിബ്രിറ്റികളുടെ ഉൾപ്പെടെ ഒരു ആയുഷ്കാലത്തിന്റെ സമ്പാദ്യം കാട്ടുതീയിൽ വെന്തുവെണ്ണീറായി. നിലവിൽ തീ നിയന്ത്രണ വിധേയമാണെന്നത് ആശ്വാസം പകരുന്ന വാർത്തയാണ്. ഈ തീപിടുത്തം 33% ഇതുവരെ അണയ്ക്കാനായി. എന്നാൽ കാട്ടുതീയിൽ ചാരമായ ലോസ് ഏഞ്ചൽസ് തെരുവുകൾക്ക് ഇന്ന് പിങ്ക് നിറമാണ്. ലോസ് ഏഞ്ചൽസിലെ വിവിധയിടങ്ങളിൽ പിങ്ക് നിറത്തിലുള്ള ഒരു പൊടി അഗ്നിമേഖലകൾക്ക് മുകളിൽ വിതറിയാണ് പ്രധാനമായും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുന്നത്. എന്താണ് പിങ്ക് നിറത്തിലുള്ള ഈ പൗഡർ? ഫോസ്റ്റെക് എന്നറിയപ്പെടുന്ന പിങ്ക് പൗഡർ, അതാണ് വെള്ളത്തിനു പുറമെ ഇന്ന് ദക്ഷിണ കാലിഫോർണിയയിൽ പടർന്ന കാട്ടുതീ അണയ്ക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇതിനകം ലോസ് ഏഞ്ചൽസിന്റെ ആകാശത്ത് വിതറിയ ടൺ കണക്കിന് കിലോഗ്രാം ഫോസ്റ്റെക് സൊല്യൂഷൻ എന്താണെന്ന് പരിശോധിക്കാം. 1960 മുതൽ അമേരിക്കൻ കമ്പനിയായ പെരിമീറ്റർ സൊല്യൂഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫോസ്റ്റെക് പ്രധാന അഗ്നി പ്രതിരോധ വസ്തുവെന്ന രീതിയിൽ ലോകത്താകമാനം ഏറെ പ്രശസ്തമാണ്. ലോസ് ഏഞ്ചൽസിൽ തീ ആളിപ്പടർന്ന ഈ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഗാലൻ ഫോസ്റ്റെക് സൊല്യൂഷനാണ് ഇവിടെ ഉപയോഗിച്ചത്. ഇതിന്റെ പിങ്ക് നിറം തീ പടർന്നു പിടിക്കുന്നത് ഒരു പരിധിവരെ തടയുമെന്ന് മാത്രമല്ല, ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്ക് അപകട സ്ഥലം പെട്ടെന്ന് തിരിച്ചറിയാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുവെന്നും BBC റിപ്പോർട്ട് ചെയ്യുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു മാത്രമേ ഇതിന്റെ പിങ്ക് നിറം മാഞ്ഞു പോവുകയുള്ളൂ എന്നതാണ് ഗുണം. നേരിട്ട് തീയിലേക്ക് സ്പ്രേ ചെയ്യുന്നതിനു പകരം തീപിടുത്ത സാധ്യത മുന്നിൽ കണ്ട ഫോസ്റ്റെക് മുൻകൂട്ടി സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അമോണിയം പോളിഫോസ്ഫേറ്റ് വസ്തുവാണ് പിങ്ക് സ്പ്രേയിൽ അടങ്ങിയിരിക്കുന്നത്. വെള്ളത്തെ പോലെ പെട്ടെന്ന് വറ്റിപ്പോകില്ല എന്നതുകൊണ്ട് ഏത് സമയത്തും ഉപയോഗിക്കാനും കഴിയും. ഫോസ്റ്റെക്കിന്റെ വ്യാപകമായ ഉപയോഗം പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കിയേക്കാമെന്ന വിലയിരുത്തലുമുണ്ട്. ഇതിലടങ്ങിയ രാസവസ്തു ജലസ്രോതസ്സുകളെ അടക്കം മലിനമാക്കാമെന്നും ഇത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാമെന്നുമാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ലോസ് ഏഞ്ചൽസിൽ ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഫലപ്രദമായ വസ്തുവാണ് ഫോസ്റ്റെക് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. കാട്ടുതീ കാലിഫോർണിയ സംസ്ഥാനത്തിന് പുതുമയുള്ള കാര്യമൊന്നുമല്ല. അമേരിക്കയിലെ വരണ്ട പ്രദേശങ്ങളിലൊന്നാണ് കാലിഫോർണിയയും അവിടുത്തെ വലിയ നഗരത്തിലൊന്നാണ് ലോസ് ഏഞ്ചൽസും. വിവിധ വർഷങ്ങളിൽ ലോസ് ഏഞ്ചൽസിലും പരിസര പ്രദേശങ്ങളിലും കാട്ടുതീ പടർന്നു പിടിച്ചിരുന്നു. കാലിഫോർണിയയിൽ കാട്ടുതീ സീസൺ സാധാരണയായി വേനൽക്കാലമായ ജൂണിൽ ആരംഭിച്ച് ഒക്ടോബർ വരെയാണ് ഉണ്ടാവുക. എന്നാൽ ഇതിൽ നിന്ന് വിപരീതമായി കാലിഫോർണിയയിൽ ശൈത്യകാലമായ ജനുവരിയിലാണ് ഇപ്പോൾ കാട്ടുതീ പടർന്നു പിടിക്കുന്നത്. കടുത്ത കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിന് കാരണം. നിലവിലെ തീ നിയന്ത്രണ വിധേയമാക്കിയാലും ഗുരുതര പ്രശ്നങ്ങൾ ഇനിയും ലോസ് ഏഞ്ചൽസ് നേരിടേണ്ടി വരും. ഒന്ന്, പ്രദേശത്തെ വേനൽക്കാലം അടുത്ത ജൂണിൽ ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. മറ്റൊന്ന്, ഇനി മഴ പെയ്ത തീപിടുത്തം മൂലമുണ്ടായ കരിയും മറ്റവശിഷ്ടങ്ങളും നഗരത്തിനെ കൂടുതൽ പ്രശ്നബാധിതമാക്കും. ഇത് ക്ലീൻ ചെയ്യാൻ തന്നെ കോടിക്കണക്കിന് രൂപ ആവശ്യമാണ്. നിലവിൽ $1 ബില്യൺ നഷ്ടമാണ് ലോസ് ഏഞ്ചൽസിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്.